റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിത വിജയത്തിന് നാം വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ചലഞ്ചസ് നമ്മൾ വെൽക്കം ചെയ്യാന്നുള്ളതല്ല. നമ്മളിപ്പം എന്നും രാവിലെ പ്രതികൂലങ്ങളിങ്ങനെ വരട്ടെ എന്ന് നമ്മൾ പറയേണ്ട. അതത് ദിവസത്തിന് ദോഷമുണ്ട്. പക്ഷെ ചലഞ്ചുകളെ നാം ഏറ്റെടുക്കുമ്പോൾ, ഞാൻ ഈ അടുത്തിടയിൽ ഒരു ക്രൂസൈഡിന് പ്ലാൻ ചെയ്ത സമയത്ത് പെട്ടെന്ന് സഭയിൽ അമ്മച്ചി മരിച്ചുപോയി. ഇത് രണ്ടും അടുത്ത ദിവസങ്ങളിലായിട്ട്. ഒന്നിൽ നിന്റെ ശ്രദ്ധ മാറുന്നോളൂ തോന്നി. പക്ഷേ കർത്താവിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നത്, നാളെ വേറൊരു വിഷയം, വേറൊരു ക്രൂസൈഡും, വേറൊരു യാത്രയും, വേറൊരു മരണം കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ഹാൻഡിൽ ചെയ്യണ്ടേ. ഈസിയായിട്ട് ആ രണ്ട് കാര്യങ്ങളെ അടുത്ത 2 ദിവസങ്ങളിലായിട്ടായിരുന്നു ഹാൻഡിൽ ചെയ്തത്. വെല്ലുവിളികളെ നിങ്ങൾ ചലഞ്ചിനേരും നിങ്ങളെ കരുത്തരാകാണ്. നിങ്ങളവിടെ ഒരിക്കലും തകർന്നു പോകല്ല. നിങ്ങൾ ചിന്തിക്കും തകർന്നു പോകുന്ന പോലെ തോന്നും, പരാജയപ്പെടുന്ന പോലെ തോന്നും, ഇനി നിങ്ങൾക്ക് മുമ്പോട്ട് കുതിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നും, കഴിഞ്ഞു തീർന്നു പോകും. പക്ഷെ അപ്പോൾ നിങ്ങൾ ശേഷിക്കുന്ന ഒരു ജീവനുണ്ട്, ആ ശേഷിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. അപ്പോൾ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ, അവിടെ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, എന്നെ ശക്തരാക്കുന്നൊരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ വെല്ലുവിളികളെ നാം നമ്മൾ കരുത്തരാകുകയാണ്. വേദപുസ്തകത്തിൽ ദാവീദ് പറയുന്ന ഇങ്ങനെയാണ്, ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നൊരു വാക്കിതാണ്, എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഒരിക്കൽ കരടി വന്ന് ഞാനതിനെ കൊന്നു, ഒരിക്കൽ സിംഹം വന്ന് എന്നെ കൊല്ലാൻ, അതെൻ്റെ ആടുകളെ പിടിക്കാൻ ഞാൻ അതിനെ അടിച്ചു പോന്നു. അപ്പം ദൈവം നമ്മെ ചെറിയ ചെറിയ കരടികളെ, സിംഹങ്ങളെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ വെല്ലുവിളികളെ അയക്കുന്നത് ജയിച്ച് നമ്മളെ അടുത്ത പാണ്ഡാവിലേക്ക് കാല് ചവിട്ടി കയറാനാണ് ദൈവം അനുവദിക്കുന്നത്. അവിടെ തകർന്നു നിൽക്കാനല്ല. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ കഷ്ടം. വേദപുസ്തകത്തിൽ ദാവീദ് പറഞ്ഞ അവൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ കാരണമായി. ഇതെല്ലാം നമ്മെ ദൈവത്തിലേക്ക് നമ്മളെ കരുത്തരാക്കി മുന്നേറ്റാനാ. അവിടെ തകർന്നു പോകാനല്ല, അവിടെ കഴിഞ്ഞ് തീർന്ന് എൻ്റെ ജീവിതം എല്ലാം പോയെന്ന് പറയാനില്ല. അതിൽ നിന്നൊരു പാഠം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ആ പരാജയത്തിനകത്ത് നിങ്ങൾക്ക് ചില ലെസൺസ് ഉണ്ട്. അതാണ് പഠിച്ച് നമ്മളെ അടുത്തിലേക്ക് കൊണ്ട്. പരാജയപ്പെട്ട മഹാന്മാരോടെല്ലാം ചോദിച്ചാൽ പറയും, ആ പരാജയങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച, ആ തകർച്ചയിൽ ഞാൻ പഠിച്ച പാഠങ്ങളാണ് ജയിച്ച് മുന്നേറാൻ എന്നെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം. ദൈവസന്നിധിയിൽ അല്ലെ എവിടെയാണെങ്കിലും വെല്ലുവിളികളെ വെൽക്കം ചെയ്യുമ്പോൾ നിങ്ങളുടെ മാനസികമായി, ആരോഗ്യപരമായി നിങ്ങൾ കരുത്തരാകുകയാണ്. അടുത്ത താങ്ങാൻ നിങ്ങളെ അല്പത്തിൽ വിശ്വസനം തന്നെ അധികത്തിൽ. അപ്പോൾ ആ ചെറിയ കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നത് അവിടെ എല്ലാം എനിക്ക് തകർച്ചയാണ്, പരാജയം വന്നിരിക്കാനല്ല, ജയിച്ച് മുന്നേറാൻ. വെല്ലുവിളികളെ ധൈര്യമായിട്ട് ഏറ്റെടുത്തു. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളായിരിക്കുന്ന ആ സംരംഭത്തിൽ നിങ്ങൾക്കൊരു വിജയം ദൈവം തരാൻ പോവാം. ആ വെല്ലുവിളികളെ ജയിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളെ ദൈവം കരുത്തരാക്കാൻ പോവാം. അനുഗ്രഹിക്കുന്നു. ആമേൻ.